അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസ നാടകത്തിൽ ദുഷ്യന്തന്റെ ഭാര്യയുടെ പേരെന്താണ്? യു. അന്യന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല സാർ. അതാരാണ്? ഇത് ഗോപാലകൃഷ്ണൻ നായരാണ് സാർ. നിങ്ങളല്ല. പിള്ള പറയൂ. പിള്ളേ, ചോദിച്ചു കേട്ടില്ലേ? ഒരു ക്ലൂ തരുമോ? എന്ത്? ഈ കക്ഷിക്ക് എന്ത് ഹൈറ്റ് വരും? ഹൈറ്റോ? എടോ, ഇത് അഭിജ്ഞാന ശാകുന്തളമാണ്. എന്ത് സാധനമായാലും വളരില്ല സാർ. ഏതായാലും തന്നേക്കാ കൂടുതലുണ്ടാവും. സോറി, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എന്താ ഇത്, ചന്തയോ? അല്ല സാർ, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഓഫ് ചെയ്യണോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? സാറിനത് പറയാം. കൂടെ ഇരിക്കുന്ന മത്തി ചീഞ്ഞ പോയാ സാറ് കാശ് തരുമോ? അല്ല പിന്നെ സാർ, അതിന്റെ ഉത്തരം ശകുന്തളല്ലേ? കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം. കുന്തലതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കനകലതയുടെ ചേച്ചിയല്ലേ? നോൺസെൻസ്. മലയാളത്തിലെ ആദ്യത്തെ നോവലല്ലേ സാർ? അതെ, മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. ചേച്ചിക്ക് അറിയാലോ അല്ലേ? എനിക്ക് ഒരു നോവലേ അറിയൂ, പേറ്റ് നോവൽ. ഓ, നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. എന്നാ ഇന്ദുലേഖ എഴുതിയ ആരാ? പിള്ള തന്നെ പറ. പിന്നെ ഞാൻ ഇള തന്നെ പറ. അത് ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, പിള്ള തന്നെ പറഞ്ഞാ മതി. പോയാളെ വിളിച്ചോണ്ട് വാ. ഓ, എന്റെ മത്തായി മണി എത്രയായി? മത്തി എവിടെ എത്തിയിരിക്കും? ഇത് എനിക്ക് പുത്തരിയൊന്നും അല്ല. സാറ് വിളിക്കണോ? സാറ് എന്റെ പട്ടി വരും. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ തുപ്പാൻ വന്നതല്ലേ? തുപ്പാൻ വന്നതല്ല, എന്റെ തടി തപ്പാൻ വന്നതാ. ഇന്ദുലേക്ക് എഴുതിയത് ആരാന്നല്ലേ? ആരാ? ചന്തു മേനോൻ. ചന്തി മേനോനാ? ചന്തു മേനോൻ. ഓ, ചന്തു മേനോൻ. ഞാൻ പറഞ്ഞാ തെറ്റിപ്പോ, നീ തന്നെ പോയി പറഞ്ഞാ മതി. ഞാൻ ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നാ. അത് ശരി. നല്ല ആളുടെ കൂടെ ഞാൻ പഠിക്കാൻ വന്ന. എനിക്ക് പഠിക്കണം, ഡിഗ്രി എടുക്കണം, ഒരു PSC ടെസ്റ്റിംഗിൽ എഴുതി എനിക്ക് ജയിക്കണം. അതുകൊണ്ട് ഉറപ്പാ ഞാനില്ല. ഓ, ഹായ്. നിന്റെ അച്ഛനെവിടെ മോളെ? എവിടെ പോയിന്നറിയാൻ? ഞാനും അച്ഛനോടല്ലല്ലോ പോയത്. ആ പറഞ്ഞത് ശരിയാ, പക്ഷെ നീ എങ്ങോട്ട് പോണോന്ന് അറിയാൻ നിന്റെ അച്ഛൻ പുറകെ വന്നിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കണ്ടില്ല. എന്റെ ഈശ്വര, ഇനി അങ്ങേര് വഴി തെറ്റി വേറെ ആരുടെങ്കിലും കൂടെ പോയാവോ? ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? 2 ദിവസമായി എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത. ഞാനൊന്ന് ഡോക്ടറെ കാണാൻ പോയതാ. എന്നിട്ടാ പറയാതിരുന്നത്? നല്ല ആളാ. എന്താ, ആരെങ്കിലും അമ്മയെന്ന് വിളിച്ചോ? ഹലോ ഹലോ, രാധാമണി അവിടെ ഉണ്ടോ? ആരാണ്? ഞാനൊരു അപരിചിതനാ. പരിചിതനാ. പാവം, ശബ്ദമൊക്കെ മാറ്റി പറഞ്ഞ് വല്ലാതങ്ങ് ബുദ്ധിമുട്ടാ. ഈവനിങ് കോളേജൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയായിരിക്കും അല്ലേ സുന്ദരേശ? അതെ. ഇപ്പൊ കൊടുക്കാവേ. എന്താ, ഫോണിലൂടെ അവൾ അടിച്ചോ? ഫോണിലൂടെ എന്നെ മനസ്സിലായി. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു. സുന്ദരേഷിനോട് എന്തെങ്കിലും ഒന്ന്, തന്റെ ഭർത്താവിനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കടോ. സംസാരിക്കടോ. അവള് ഫോൺ കട്ട് ചെയ്തു. ഫോണല്ലേ കട്ട് ചെയ്തുള്ളൂ, നിന്നെ കട്ട് ചെയ്തില്ല. നീ അത് കട്ട് ചെയ്തിട്ട് വാ, നമുക്ക് പോയി 2 കട്ട്ലറ്റ് അടിക്കാം. കറണ്ട് കട്ടിന് മുമ്പ് വീട്ടിലെത്തണം. പ്രിയപ്പെട്ട രാധമോക്ക്, മോളെന്നൊക്കെ വിളിച്ച ഇഷ്ടമാവുമെന്ന് അറിയില്ല അമ്മയ്ക്ക്. നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക്. ആരുടെ കത്ത മോളെ? അത് അമ്മയുടെയാ. അമ്മയുടെയോ? അതിന് ഞാൻ നിനക്ക് കത്തൊന്നും അയച്ചിട്ടില്ലല്ലോ. അവിടുത്തെ അമ്മയുടെ. അവിടുത്തെ അമ്മ? ഈ ഒരമ്മ മതി നിനക്ക്. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട. തള്ളക്ക് വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വയ്യ. പണ്ടങ്ങാണ്ട് 10 അക്ഷരം പഠിച്ചതിന്റെ അഹങ്കാരം കത്തെഴുതി കളിക്കുന്നു. മോശേട്ട തള്ള. ഐൻസ്റ്റീൻ റേഡിയോ കണ്ടുപിടിച്ചത് ആര്? തറയോ? അത് ശരി, തറയും പറയണ്ട. റേഡിയോ കണ്ടുപിടിച്ചത് തറ.
റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ്. അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ. അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ. നാരായണത്തെ ഭ്രാന്തന്റെ അച്ഛനാരാ? ശേഖരപിള്ള. അയ്യോ അത് എന്റെ അച്ഛനല്ലേ? മോളെ അങ്ങനെ ഇന്ന ആളെന്നൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു ഭ്രാന്തനായാ മതി. നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അങ്കിളിനെ ടെൻഷൻ അടിപ്പിക്കില്ലേ? നിനക്കൊക്കെ തോറ്റ് പഠിക്കാൻ ഇനി സമയമുണ്ടല്ലോ. അങ്കിളിന് ഇത് ലാസ്റ്റ് ചാൻസാ. ഇതും കൂടി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ചെല്ലമോള് പോയിരുന്നു പഠിക്കേ. പാവം. ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത് എന്ത്? പന. പന നിന്റെ അപ്പനാടാ കണ്ടുപിടിച്ചേ. മിണ്ടായിരടാ. എന്തടാ അച്ഛനെ വിളിച്ചത് പറയരുതട്ടാ. കൊണ്ടുവരും വാങ്ങിച്ചേരാട്ടാ. നീ ഇനി പഠിക്കണ്ടടാ. നിന്റെ റിസൾട്ട് വന്ന് നീ ജയിച്ചു. അല്ല ഇതിനിടയിൽ ഞാൻ എപ്പ പരീക്ഷ എഴുതി? ഈ പരീക്ഷ അല്ല, നീ അച്ഛനാവാൻ വേണ്ടി എഴുതിയ പരീക്ഷ, അത് ജയിച്ചു. ആ രാധാമണി ഗർഭിണിയായി. കൺഗ്രാജുലേഷൻ ശേഖരപിള്ളേ, കൺഗ്രാജുലേഷൻ. ഇവന്റെ ഭാര്യ ഗർഭിണിയായതിന് എനിക്കെന്തിനാ കൺഗ്രാജുലേഷൻ? അമ്മേ എന്റെ ഭാര്യ കേട്ടാ. നീ അച്ഛനെ കാണാൻ വരാൻ പോവാ? നീ വന്നിട്ട് വേണം നമുക്കത് അടിച്ചു പൊളിക്കാൻ.